അതാണ് പഴയ കാലത്തെ ഗ്ലോബ്. ഇത് നമുക്ക് ഓരോ ദിവസം ഓരോ ഡിസൈൻ ആക്കി വെക്കാന്നുള്ളതാണ്. ശരി. നോക്കട്ടെ. കണ്ടീഷനാണ്. ടൈറ്റാനിക് സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. നമ്മൾ ആദ്യം ഉപയോഗിച്ചിരുന്ന വാച്ച് പോലെ അല്ലെ? അത് തന്നെ ഉപയോഗിച്ചിരുന്ന വടിയാണ്. ഊന്ന് വടി. അത് തന്നെ. ഇതിനകത്തൊരു ടെലിസ്കോപ്പ് കൂടി ഉണ്ട്. നമസ്കാരം, ഞാൻ ക്രിസ്റ്റഫർ മുക്കാട്. ഇത് ഒരു യാത്രക്കിടയിൽ പരിചയപ്പെട്ടതാ. ഒരു പഴയ സാധനങ്ങളൊക്കെ ഇരിക്കുന്നത്. മലപ്പുറം തിരൂര് ഷമീർ എന്നാ പേര്. ഈ കേരളത്തിന്റെ ഉടനീളം ഇങ്ങനെ യാത്രയാ. നമുക്ക് ആവശ്യമുള്ള ഏത് സാധനങ്ങളും ഇതിൻ്റെ അകത്ത് നമ്പർ കൊടുക്കും. നിങ്ങൾക്ക് ഒരു മിതമായ രീതിയിൽ ഒരു റൈറ്റിന് അവർക്ക് ബോധ്യപ്പെടുത്തുന്നതാണെങ്കിൽ നിങ്ങൾ കൊണ്ടുതരികയോ അല്ലെങ്കിൽ അവര് ഇപ്പോൾ തങ്ങുന്ന സ്പോട്ട് പറയുകയോ ചെയ്യും. അപ്പോ ഇതൊക്കെ ഇത് തന്നെയല്ലേ? പഴയ സാധനം. മണി എന്താ സൗണ്ട്? എന്താ ഇതുപോലെ പണ്ട് കാലങ്ങളിൽ ബസ്സിൽ ഉപയോഗിച്ചിരുന്ന ഹോണ്. നല്ല സൗണ്ടാ. അതല്ലേ പണ്ട് ബസ്സിൽ ഉപയോഗിച്ചിരുന്ന ഷോപ്പായിട്ട് വെക്കാൻ വേണ്ടിട്ട് ഒരു കുഴപ്പമില്ല. സൂപ്പർ വർക്കിംഗ്, നല്ല വർക്കിംഗ്, അടിപൊളിയാണ്. പഴയ കാലത്തെ പറ്റാത്ത തന്നെ ഇതല്ലേ? ഇത് വരുന്നത് 9500 പറയുന്നത്. പക്ഷെ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കും. അതെ, ആവശ്യക്കാരാണെങ്കിൽ നമുക്ക് മണ്ണെണ്ണ ഫാനാണ് ഇത്. മണ്ണെണ്ണ ഒഴിച്ചിട്ട് ഈ വിളക്കിൽ മണ്ണെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ തീ കൊടുക്കുക. തിരി കൊടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇത് ചൂടാവുമ്പോ പിസ്റ്റ് ചൂടാവുമ്പോ ഇങ്ങനെ ഇപ്പൊ ഇത് പഴയകാല ടെലിസ്കോപ്പ്. പണ്ട് കാലങ്ങളിൽ കപ്പലിലൊക്കെ ഉപയോഗിച്ചിരുന്ന സാധനമാണ്. ഇപ്പൊ നമുക്ക് ഒരുപാട് ദൂരത്തിലൊക്കെ വളരെ അടുത്തായിട്ട് കാണാൻ പറ്റും. ശരി. നല്ല ക്ലിയർ ആണോ? നല്ല ക്ലാരിറ്റിയോട് കൂടി കാണാം. സൂമിംഗ് സിസ്റ്റം ഉണ്ട് ഇതിനകത്ത്. ഫുള്ള് ബ്രാസാണ്. ഗ്രാമഫോണ് പഴയ കാലത്ത് നമ്മൾ കറണ്ടോ ബാറ്റൊന്നും ഇല്ലാണ്ട് ഉപയോഗിച്ചിരുന്നതാണ്. ഇത് നമ്മൾ പറയുന്നത് 8500 നമ്മൾ ചെറുതായിട്ടൊക്കെ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കും. വർക്കിംഗ് കണ്ടീഷൻ 15 പ്രാവശ്യം ഇങ്ങനെ കറക്കുക. 15 പ്രാവശ്യം കറക്കുക. ഇതിന് ശേഷം ഇത് കൂടെ തട്ടി വിടുക. തട്ടി വിടുമ്പോൾ കറങ്ങുന്ന സമയത്ത് ഇത് വെച്ച് കൊടുക്കാൻ മതി. നോക്കട്ടെ. എന്താ പഴയണക്ക് താഴോട്ട് വെച്ച കാണിച്ച എന്താ ലെൻസാണ്. ഇത് പണ്ട് കാലത്ത് പറഞ്ഞത് ജലഘടികാരെന്നാ. ജലഘടികാരെന്നാ പറഞ്ഞത്. അതായത് വെള്ളത്തിൽ ഏറുന്ന രൂപത്തില്. സംഭവം വെള്ളമല്ല. അന്ന് ലെൻസ് എന്നുള്ള കാര്യങ്ങളൊന്നും പഴയ കാലത്ത് പറയാനുള്ള ഒരു വിദ്യാഭ്യാസം ഇല്ലായിരുന്നു. ഇന്നല്ലേ ഇംഗ്ലീഷ് കാര്യങ്ങളൊക്കെ കൂടുതലായി വന്നത്. അന്ന് പറഞ്ഞത് ജലഘടികാരെന്നാണ്. അതായത് ആമ എപ്പോഴും വെള്ളത്തിലാണ് ഉണ്ടാവുക കൂടുതൽ. അതുപോലെ തന്നെ പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന തത്തവിളക്ക്, കിളിവിളക്ക് എന്നൊക്കെ ഇതിന് പറയും. ഓരോ തിരികള് എണ്ണ വെച്ചിട്ട് തിരികള് വെക്കലാ ചെയ്യുക. സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ട് വീടിന്റെ മുമ്പത്ത് ഇങ്ങനെ വെക്കും. വലിയ വലിയ തറവാടുകളില്, അതേപോലെ തന്നെ അത്യാവശ്യം വലിയ രാജാ കുടുംബത്തിലൊക്കെ ഉണ്ടായിരുന്നു. ഫുള്ള് ബ്രാസാണ്. അത്യാവശ്യം നല്ല വെയിറ്റ്. നമുക്ക് ഒറ്റ പീസേ ഉള്ളൂ. ഇത് പോയാൽ പിന്നെ അതേപോലത്തെ കിട്ടാൻ പാടാ. വളരെ അപൂർവമായിട്ട് കിട്ടുന്ന സാധനമാണ്. അതെ. ഇത് പണ്ടത്തെ ആമപ്പൂട്ട് എന്ന് പറയും. ശരി. ഇതിന് വേറെ പ്രത്യേകത. ഇപ്പൊ നമ്മൾ ചാവിട്ട് തുറന്നു കഴിഞ്ഞാൽ, ലോക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ ഇത് പിടിച്ചാൽ പോരൂല, തുറന്നു പോരൂല. അതിന് വേണ്ടിട്ട് തല നമ്മൾ ഇങ്ങോട്ട് അമർത്തി പിടിക്കണം. പിടിച്ചിട്ട് വലിച്ചാലേ വരുള്ളൂ. അങ്ങനെ ചാവി കളഞ്ഞു പോയിട്ടുണ്ട്. ചാവി ഇല്ല ഇതിന്. ഇപ്പൊ വർക്ക് ചെയ്യൂല. വെറുതെ ഒരു ഷോപ്പീസായിട്ട് വെക്കാനേ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു സാധനം. ഐതിഹ്യം ഉണ്ട് ഇതിനകത്ത്. ഇതൊരു മാൻപൂട്ട്. ഇത് വർക്കിംഗ് കണ്ടീഷനാണ്. നമ്മൾ ചാവി ഇട്ട് കഴിഞ്ഞാല് ഇത് നമ്മുടെ പണ്ട് കാലത്തെ ജുവൽ ബോക്സ്. പണ്ട് വലിയ വലിയ തറവാടുകളില് സ്വർണങ്ങൾ സൂക്ഷിക്കുന്നത്. ഒരിക്കലും കാണില്ല. അത്രയും പഴക്കമുള്ള സാധനമാണ്. ഒരുപാട് പഴക്കമുള്ള സാധാരണ ഫാന്. സാധാ ഫാൻ. ഇതിനുള്ളിൽ മെക്കാനിക്സ് ഒക്കെ പുതിയതാണ്. ബോഡി മാത്രമേ പഴയതുള്ളൂ. വർക്കിംഗ് കണ്ടീഷനാണ്. അത് ശരി. നമ്മൾ നോർമലായിട്ട് കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ വർക്ക് ചെയ്യും. നമ്മുടെ പുരവസ്തുവായിട്ട് ചെയ്യാം. നമുക്കത് ഉപയോഗിക്കുകയും പറഞ്ഞാൽ ചൂട് കാറ്റ് ഒരിക്കലും വരില്ല. ഏത് സമയത്ത് തണുത്ത കാറ്റായിരിക്കും. പിച്ചിലുണ്ടായതുകൊണ്ട് പ്രത്യേകതയാണ്. അടിപൊളി സാധനം. സൂപ്പർ. നല്ല നമ്മൾ ഒരു കാട്ടിനകത്തോട് പോകുന്നുള്ളൊരു ഫീലാണ് കാറ്റിന്. നമ്മൾ ടൈറ്റാനിക് സിനിമയിലെ കണ്ടിട്ടില്ലേ? അത്തരം ഒരു ടെലിഫോൺ. ഇത് നമുക്ക് ഇതിനകത്ത് നമുക്ക് കേൾക്കാൻ പറ്റും, സംസാരിക്കാൻ പറ്റും. ഇത് കേൾക്കുക. ഇത് സംസാരിക്കും. ഇങ്ങനെയാണ്. ഇങ്ങനെയാണ് സംസാരിക്കും. ടൈറ്റാനിക് സിനിമയിലൊക്കെ നമ്മളിത് കണ്ടിട്ടുണ്ട്.
ഇതിപ്പോ വർക്കിംഗ് കണ്ടീഷനാണ്. ഇത് ടൈറ്റാനിക് സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. കേട്ട സംഗതി അടിപൊളിയാ. ഇത് ഗാന്ധിജി ഉപയോഗിച്ചിരുന്ന പോക്കറ്റ് വാച്ചാണ്. ഇതിനകത്ത് ഉള്ളിലെ മെക്കാനിക്സ് ഒക്കെ നമ്മൾ പുതിയ ചെയ്തൊക്കെയാണ്, ബോഡി മാത്രമേ പഴയതേ ഉള്ളൂ. ഇത് ഗാന്ധിജിയുടെ സ്റ്റാച്യു. അത്രയും പഴക്കമുള്ള സാധനമാണ്. ഇത്രയും ഐറ്റംസ് ഒന്നും കിട്ടൂല ഇപ്പൊ. ഗാന്ധിജി ഉപയോഗിച്ചിരുന്ന വാച്ച് പോലെ അല്ല? അത് തന്നെ കാലങ്ങളിലുണ്ടായിരുന്ന മെക്കാനിസം മാറ്റി. ഇത് പുതിയ റെക്കോർഡ് പ്ലെയർ ആണ്. ഇതിപ്പോ വർക്കിംഗ് കണ്ടീഷൻ ആണ്. നമുക്ക് അരക്ക് മെറ്റലും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് മെറ്റലും നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റും. പഴയ കാലത്ത് ഉണ്ടായിരുന്ന റെക്കോർഡ് ഉപയോഗിക്കാം, ഇപ്പോ വരുന്ന റെക്കോർഡ് ഉപയോഗിക്കാം. ശരി. ഇതിപ്പോ വർക്കിംഗ് കണ്ടീഷൻ ആണ്. സ്പീക്കർ ഉണ്ട്, ആംപ്ലിഫയർ കൊടുക്കാം. അത്രയും നല്ല സെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പുതിയ സാധനമാണ്, വർക്കിംഗ് കണ്ടീഷനോട് കൂടി. ഇത് പണ്ട് കാലത്ത് നമ്മള് ഊന്നി നടക്കാൻ വേണ്ടിട്ട് വയസ്സായ ആളുകള് നടക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന വടിയാണ് ഊന്നുവടി. അത് തന്നെ. ഇതിനകത്തൊരു ടെലിസ്കോപ്പ് കൂടി ഉണ്ട്. പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്നതാണ്. ഇതൊക്കെ പണ്ടത്തെ ഒരു തലയാണ്. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ നോക്കാം. അത് ശരി. അതെ, വീട്ടിന് മുമ്പത്ത് ഇരുന്നിട്ട് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കിയിരുന്നാണ് പഴയ കാലങ്ങളിൽ ഇങ്ങനെ. മനസ്സിലായി? അത് കഴിഞ്ഞാൽ അവർ അടച്ചു വെക്കുകയും ചെയ്യും. അടച്ചു വെക്കാം. ആരെങ്കിലും മരുന്നോ നോക്കാം. മരുന്നെങ്കിൽ അടച്ചു വെച്ചിട്ട് വണ്ടി അങ്ങോട്ട് എടുത്ത് വെക്കാം. അടിക്കുകയും ചെയ്യാം, ഊന്നുകയും ചെയ്യാം. അത് തന്നെ. ആരെങ്കിലും മരുന്നോ നോക്കി കാണുകയും ചെയ്യാം. അതാണ്. മോശമൊന്നുമല്ല. അല്ലല്ല, മോശമാവുന്ന വടിയൊന്നുമല്ല. അതൊന്നുമല്ല, മോശവടിയൊന്നുമല്ല. പഴയ കാലത്ത് ഊന്നുവടിയായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ്. ഇത് നമുക്ക് 3 പീസായിട്ട് ഇറക്കി കൊണ്ടുവരികയും ചെയ്യും. അങ്ങനെ ബോക്സിലാക്കാം അല്ലേ? നമുക്ക് ട്രാവലിംഗ് ചെയ്യുന്ന സമയത്ത് 3 പീസാക്കി ഇതായിട്ട് കൊണ്ടുവരികയും ചെയ്യും. അത് അടിപൊളിയാണ്. ഒരുപാട് ഐറ്റംസ് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണല്ലോ. അത് തന്നെ. അപ്പൊ നമുക്ക് യാത്ര പോകുമ്പോ പിന്നെ അതിന്റെ അകത്തുണ്ട്. വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് സുഖമാണ്. അത്യാവശ്യം വടി വേണ്ടവരെ ഇത് കൂടെ കൊണ്ടുനടക്കാം. അത് തന്നെ. പഴയ മോഡലില് ഉള്ളിലെ മെക്കാനിക്സ് ഒക്കെ പുതിയതാണ്. ബോഡി മാത്രമായിട്ടേ പഴയതുള്ളൂ. ഇപ്പൊ വർക്കിംഗ് കണ്ടീഷൻ ആണ്. ഇപ്പൊ നമുക്ക് നോർമൽ ട്രാൻസിസ്റ്റർ റേഡിയോ എങ്ങനെ വർക്ക് ചെയ്യും അതുപോലെ വർക്ക് ചെയ്യാം. അത് ശരി. നല്ല ക്ലാരിറ്റി സൗണ്ട് ആണ്. ഇത് ഏതാണ്ട് നല്ലൊരു സൈസാ. ഒരു മതിലിന്റെ ഈ ചാരി വെച്ചിട്ട് അതിന്റെ 3/4% ഉണ്ട്. ദിശ അറിയാൻ വേണ്ടി കപ്പലിൽ ഉപയോഗിച്ചിരുന്ന സാധനമാണ്. ഇതിന് ഒരുപാട് ലീഫുകളുണ്ട്, ഒരുപാട് ലെൻസുകളുണ്ട്. ഇത് നമ്മളെ നോക്കുന്നതിനൊരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം എനിക്കറിയില്ല, ഇതിനെ കുറിച്ച് അറിയുന്നവർക്ക് കാണാം. നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ബാക്കിലെ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുള്ള ഇതുണ്ട് ഇതിനകത്ത്. ഫ്രണ്ടിലും ബാക്കിലും കാണാം. അപ്പൊ ഒരുത്തരം രക്ഷപ്പെടത്തില്ല. അതാണ് ഇതിന്റെ ഗുണം. അത് ശരി. അതാണ് പഴയ കാലത്തെ ഗ്ലോബ്. ഇത് നമുക്ക് ഓരോ ദിവസം ഓരോ ഡിസൈൻ ആക്കി വെക്കാന്നുള്ളതാണ്. ശരി. ഓരോ മോഡലിൽ ഓരോ ദിവസം നമുക്ക് മാറ്റി വെക്കാം. നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടാണ്. ഫുൾ ഗ്ലാസ് ആണ്. മോശയുടെ വടിയൊന്നും നിങ്ങളുടെ ഇല്ലല്ലേ? ഇല്ല, അതൊന്നുമില്ല. വെറുതെ കള്ളത്തരം പണി ചെയ്യേണ്ട ആവശ്യമില്ല. ഇല്ല, ഇത് നമ്മുടെ ആവശ്യമുള്ള സംഗതികൾ മാത്രമേ ഉള്ളൂ. നടക്കുന്നത് കൊല്ലം ജില്ലയിൽ രാമകുളങ്ങര പഴയ പോലീസ് സ്റ്റേഷന് എതിർവശമാണ് നടക്കുന്നത്. ഇതിപ്പോ 3 ദിവസം ഇവിടെ ഉണ്ടാവും. അതായത് വന്ന് ആരെങ്കിലും സാധനങ്ങളുണ്ടെങ്കിൽ എടുക്കാം. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ബൈ.